ഹിന്ദു പുരാണ പ്രകാരം, ഹിന്ദു വിശ്വാസ പ്രകാരം പശുവിനെ അറക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ BJP പ്രതിനിധിയെ വെല്ലുവിളിക്കുകയാണ്. അവർ പറയുന്നത് പശു നമ്മുടെ അമ്മയാണ്, പശുവിന്റെ ഭർത്താവാരാണ് കാള. ആ കാളയാരാണ്? RSSകാരന്റെ തന്തയാണോ? മുന്നം നൃപൻ രന്തിദേവൻ തൻ മടപ്പള്ളിയിൽ ദിജ കൊന്നിരുന്നു 2000 പശുക്കളെ ദിവസം തോറും എന്ന് രന്തിദേവൻ എന്ന് പറയുന്ന മഹാരാജാവ് 2000 അറച്ചിട്ടുണ്ട് എന്ന് മഹാഭാരതത്തിലെ മാർക്കണ്ഡേയ പർവ്വത്ത് പറയുന്നുണ്ട്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അല്ല ഇവരൊക്കെ ഈ പശുവിന്റെ ഒക്കെ വലിയ ആളുകളാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണ്ടേ? അതായത് ഇപ്പൊ നിങ്ങളുടെ സഹോദരിയായിട്ട് കണ്ടോളൂ. നിങ്ങൾ ഇതേ അഭിപ്രായം തന്നെ നിങ്ങളുടെ അളിയനോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ മനുസ്മൃതിയിൽ ഗോപ്നൻ എന്ന് പറയുന്ന ഒരു പദമുണ്ട്, പശുവിനെ ഇറക്കുന്നവൻ എന്നാണ്. എന്താണ് പശുവിനെ ഇറക്കുന്നവൻ? ബ്രാഹ്മണനാണത്. യാഗങ്ങളും യജ്ഞവും കഴിഞ്ഞാൽ പശുവിനെ ഇറത്ത് അതിന്റെ മാംസം വെട്ടി ആളുകൾക്ക് കൊടുക്കുകയും ഈ മാംസഭക്ഷണം യാഗം ചെയ്യുന്ന ബ്രാഹ്മണന്മാർ കഴിച്ചിട്ടില്ലെങ്കിൽ 23 തവണ 27 തവണയോ ജനിച്ചാൽ അത് മൃഗമായി ജനിക്കുന്നത് കൊണ്ട് പശുമാംസം കഴിക്കണമെന്ന് മനുസ്മൃതി പറയുന്നുണ്ട്. വിവേകാനന്ദൻ പറയുന്നുണ്ട് പശുമാംസം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദശരഥൻ ശ്രീരാമൻ ജനിക്കാൻ കാരണം പുത്രകാമേഷ്ടി യജ്ഞം നടത്തിയിട്ടാണ്. 300 പശുവിൽ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ മൃഗബലി നടത്തിയിട്ടാണ് അത്തരത്തിലുള്ള ശ്രീരാമൻ ജനിച്ചത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ നിലപാടാണോ? അല്ല, ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. ഞാൻ ആ ശ്ലോകങ്ങൾ തെറ്റാണെന്ന് സന്ദീപ് പറയുമോ? ഞാൻ മഹാഭാരതവും രാമായണവും മനുസ്മൃതി ഉദ്ധരിച്ച് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് താങ്കൾ പറയൂ. അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചത് ഒരു ആദ്യം ഊണ ആൻസറാ. കിടന്നിട്ടൊന്നുമില്ല. അറിയാൻ വന്നേ എനിക്ക് ഭയമില്ല. പക്ഷേ ഈ കാര്യത്തില് ശരിയായുടെ ഭാഗത്താ. അതാണൊരു പേടി. അല്ല, പേടിയല്ല, ഒരു ഭയം. ഭയം. ചില സംസ്കൃത ശ്ലോകങ്ങൾ പറഞ്ഞു. അതിന്റെ ആധികാരികത ഇവിടെ പരിശോധിക്കാൻ ഹാഷ്മിക്ക് സാധിക്കുമെങ്കിൽ ഇത് ആധികാരികമാണെന്ന് ഹാഷ്മി പറയുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് അല്ലാതെ കള്ളമാണ് സന്ദീപ് പറയുന്നത്. എങ്ങനെ അറിയാം? ശ്ലോകങ്ങളുള്ള ഈ മഹത്തായ ഞാൻ കേട്ടിട്ട് പോലുമില്ല. എനിക്ക് അറിയില്ല അദ്ദേഹം വായിച്ച ശ്ലോകങ്ങളാണ് സന്ദീപ്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ?